أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون. الله العظيم. സൂറത്തുൽ അംബിയ 26:7. വഖാലു അവർ പറയുകയും ചെയ്തിരിക്കുന്നു, ഇത്തഖദ റഹ്മാനു അർ-റഹ്മാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന്, വലദ പുത്രനെ, ഒരു പുത്രനെ എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്, അത് ആശ്ചര്യത്തിനാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്നർത്ഥം. ബൽ എന്നാൽ, അല്ലെങ്കിൽ പക്ഷേ, ഇബാദുൻ മുക്രമൂൻ, ഇബാദുൻ അടിമകളാണ്, മുക്രമൂൻ ആദരണീയരായ, ലാ യസ്ബിഖൂനഹു അവർ അവനെ മുൻകടക്കുന്നില്ല, ബിൽ ഖൗലി വാക്കുകൊണ്ട്, വഹും അവർ ബി അംരിഹി അവൻ്റെ കൽപ്പനപ്രകാരം, യഅ്മലൂൻ പ്രവർത്തിക്കുന്നവരാകുന്നു. വഹും ബി അംരിഹി യഅ്മലൂൻ അവർ അവൻ്റെ കൽപ്പനപ്രകാരം പ്രവർത്തിക്കുന്നവരാകുന്നു. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന് സന്താനങ്ങളെ ജൽപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ അതുമാത്രമല്ല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് മുമ്പ് അയച്ച എല്ലാ റസൂലുമാർക്കും വഹി നൽകിയിരുന്നത് ഞാനല്ലാതെ ഇലാഹില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. ജൂതന്മാർ ആയിട്ടുള്ള ബന്ധത്തിൽ മുശ്രിക്കുകൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ വ്യാജങ്ങളുമുണ്ട്. അഥവാ അങ്ങനെയല്ലല്ലോ, എല്ലാ റസൂലുമാരും അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവനെ ഇബാദത്ത് ചെയ്യൂ എന്ന് അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ജൂതന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ മോനാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന ഒരു മറുചോദ്യം ചോദിക്കാൻ മുശ്രിക്കുകൾക്ക് സ്കോപ്പുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ അന്നും ഇന്നും ഏറ്റവും വലിയ മതസമൂഹമായിട്ട് കാണുന്ന ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ? മുമ്പ് റസൂലാണ് എന്ന് പറഞ്ഞു വന്ന ആളുകൾ അള്ളാഹ്ക്ക് ഞങ്ങൾ പറയും പോലെ, മലക്കുകൾ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് പറയുന്നത് പോലെ ജൂതന്മാർ പറയുന്നുണ്ടല്ലോ അള്ളാഹ്ക്ക് ഒരു മോനുണ്ടെന്ന്. അതാണ് ഈ വലദൻ, ഒരു പുത്രൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. മുശ്രിക്കുകൾ വലതുണ്ട് എന്നല്ലായിരുന്നു പറഞ്ഞിരുന്നത്. പകരം മലായിക്കത്തു ബനാത്തുള്ള എന്നാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നാണ്. എന്നാൽ ഇതല്ല കേസ്. അങ്ങനെ അവരുടെ വാദത്തിന് ന്യായമാകുന്ന തരത്തിൽ മുമ്പ് വന്ന റസൂലുമാരുടെ അനുയായികളാണ് എന്ന് പെടുന്നവരായ ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് ഞങ്ങളെപ്പോലെ പറയുന്നുണ്ടല്ലോ എന്ന ഒരു ന്യായത്തിന് സ്കോപ്പുള്ളത് തകർക്കുകയാണ് അല്ലാഹു തആല. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണിത്. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അർ-റഹ്മാൻ വലദിനെ സ്വീകരിച്ചിരിക്കുന്നു, ഒരു കുട്ടിയെ, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? മുൻകഴിഞ്ഞ നബിമാരുടെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നുണ്ട്. അഥവാ മുഖ്യമായും ജൂതന്മാർ പറയുന്നുണ്ട്, അതുപോലെ ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ പ്രതികരണം സുബ്ഹാനഹു, അഥവാ അങ്ങനെ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാകുന്നു. അഥവാ അതവൻ്റെ അവൻ്റെ യോഗ്യതയ്ക്ക് ചേർന്നതേയല്ല, അവന് ഒക്കുന്ന കാര്യമല്ല അത് ആശ്ചര്യത്തിനാണ്. എന്തുകൊണ്ടാണ് ആശ്ചര്യം? സന്താനമുണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഒരു യോഗ്യതയാണ്, മനുഷ്യർക്ക്. അതേസമയത്ത് അല്ലാഹു തആലക്ക് അത് യോഗ്യതയല്ല, അയോഗ്യതയാണ്. കാരണം നമുക്ക് സന്താനമുണ്ടാകണം എന്ന് പറയുന്നത്
നാട്ടിൽ കുട്ടികളില്ലാഞ്ഞിട്ടല്ല, നമ്മുടേത് എന്ന നിലക്ക് ഒന്നുണ്ടാവണം എന്നാണ്, ഒന്നെങ്കിലും വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ നമ്മുടെ സന്താനം എത്രത്തോളം നമ്മുടേതാണോ അതിലേറെ അള്ളാഹുവിൻ്റെതാണ് പ്രപഞ്ചത്തിലുള്ള സകലമാന സൃഷ്ടികളും. അപ്പോൾ പിന്നെ അവൻ്റേത് സ്വന്തമായി ഒന്ന് വേണമെന്ന് വരുന്നത് അത് അവന് അയോഗ്യതയാണ്. ബാക്കിയുള്ളതൊന്നും അവൻ്റേതല്ല, അല്ലെങ്കിൽ അവന് പൂർണ്ണ നിയന്ത്രണമുള്ളതല്ല എന്ന അവസ്ഥയാണല്ലോ വരിക. അത് അവൻ്റെ യോഗ്യതയ്ക്ക് ചേർന്നതല്ല. അള്ളാഹുവിനത് ന്യൂനതയാണാക്കുക. അത്തരം ന്യൂനതകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന ആശയമാണ് സുബ്ഹാനഹു എന്നത് സൂചിപ്പിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹു താല തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞ മറ്റ് ആയത്തുകളിൽ മുമ്പ് വന്നത് നമുക്കറിയാം. അപ്പോൾ ഉസൈറും അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമും മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, പെൺമക്കളാണ് എന്നൊക്കെ സങ്കല്പിക്കുന്ന മലക്കുകളും അവരൊക്കെ ആരാണ്? ഇബാദുൻ മുക്രമൂൻ, ആദരണീയരായ അടിമകളാണ്. ഈസാ അലൈഹി ഇസ്ലാം അടിമയാണ്, ഉസൈർ അടിമയാണ്, മലക്കുകളും അടിമയാണ്. ഇബാദുൻ മുക്രമൂൻ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അവർ അവനെ ഖൗല് കൊണ്ട് മുൻകടക്കുന്നില്ല. എന്താണ് ഈ പറയുന്നത്? പൊതുവെ മലക്കുകളാണെന്ന് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഉസൈറും ഈസാ അലൈഹി ഇസ്ലാമും ആകാം ഈ പറയണത്. അല്ലാതെ ഖൗല് കൊണ്ട് മുൻകടക്കുന്നില്ല എന്നത് ഫിറ്റായി വരിക മലക്കുകൾക്കല്ല. പിന്നെയോ അത് ഉസൈറിനും അതുപോലെ ഈസാക്കുമാണ്. അഥവാ അല്ലാഹു തആല അയച്ച റസൂലുമാർ, അവരോട് അല്ലാഹു തആല വഹി കൊടുത്തിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂനി എന്നാണ്. അവർ പറയാത്തത് ഇവർ പറയുക, അള്ളാഹു പറയാത്തത് ഇവർ പറയും. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, ഖൗല് കൊണ്ട് മുൻകടക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പറയാത്തത് അവർ വന്ന് പറയുകയില്ല എന്ന്. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹു പറയാത്തത് പറയുകയില്ല. ഈസാ അലൈഹിസ്സലാം എന്തായാലും അള്ളാഹു പറയാത്തത് പറയുകയില്ല എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല ചോദിക്കുന്നു, സൂറത്തുൽ അൻആമിൽ, യാ ഈസ അൻത ഖുൽത സൂറത്തു മാഇദയിൽ, യാ ഈസ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, നീയാണോ ആൾ ഇവരോട് പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മാനെയും അള്ളാഹുവിനെ കൂടാതെ രണ്ട് ഇലാഹുകളാക്കണമെന്ന്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ടല്ലോ, അവിടെ നമ്മൾ പഠിച്ചതാണ്. അള്ളാഹുവെ, ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയാതിരിക്കുമോ? എനിക്ക് അർഹതയില്ലാത്തത് എങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞാൽ നീ അറിയാതിരിക്കില്ലല്ലോ. ഞാൻ അവരിൽ ഉള്ളിടത്തോളം കാലം ഞാനത് പറഞ്ഞിട്ടില്ല. ഇനി എന്നെ ഉയർത്തിയ ശേഷം നീയായിരുന്നല്ലോ അവരുടെ വകുന്ത അന്തർ റഖീബ അലൈഹിം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി എന്ന് പറഞ്ഞത്. അള്ളാഹു അയച്ച ആദരണീയരായ അടിമകളായ മുമ്പ് വന്ന റസൂലുമാർ, മൂസാ അലൈഹി ഇസ്ലാം, അതുപോലെ ഈസാ അലൈഹി ഇസ്ലാം, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളാണല്ലോ ഉസൈർ അള്ളാൻ്റെ മോനാണെന്ന് പറയുന്നത്. അങ്ങനെ ഉസൈർ അള്ളാൻ്റെ മോനാക്കാൻ ജൂതന്മാർക്ക് കഴിയണമെങ്കിൽ മൂസാ അലൈഹി ഇസ്ലാം തന്നെ അതിൻ്റെ അടിത്തറയിൽ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ അവരാരും പറയില്ല. അള്ളാഹു പറയാൻ ഏൽപ്പിച്ചതല്ലാതെ വേറൊന്നും പറയില്ല. മറ്റൊരിടത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിയിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അദ്ദേഹമെങ്ങാനും നമ്മുടെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ നാം അദ്ദേഹത്തെ പിടികൂടുകയും കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു എന്ന് അടുത്ത വർത്തമാനം പറയുന്നുണ്ട്. അതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി. പിന്നെ അവരെന്താ ചെയ്യുക? ആര്? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ. എന്താ ചെയ്യുക? വഹും ബി അംരിഹി യഅമലൂൻ. ആ റസൂലുമാർ മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അല്ലാതെ അള്ളാഹിൻ്റെ കൽപ്പനക്കനുസരിച്ച് ഒന്നും ചെയ്യുന്നവരല്ല അവർ. അതുകൊണ്ട് തന്നെ മുമ്പയച്ച നബിമാരുടെ അനുയായികൾ ആരെങ്കിലും അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകളോട് പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യാജമാണ് എന്നാണ് അള്ളാഹു തആല ഇവിടെ വ്യക്തമാക്കുന്നത്.
പണ്ഡിതന്മാർ പലരും അതിനെ ഇത് മലക്കുകളുടെ വർത്തമാനമാണ്, മലക്കുകളെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. മലക്കുകളെക്കുറിച്ചാണെങ്കിൽ വലദൻ എന്ന ഏകവചനം വരാനുള്ള ഒരു സാധ്യതയില്ല. മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് മലായിക്കത്തു ബനാത്തുള്ള എന്നാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. അതുപോലെ ഇനാസാണ് എന്ന് അവർ പറഞ്ഞത് അള്ളാഹ് എന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വലദൻ ഒരു കുട്ടിയെ എന്നാണ്. അള്ളാഹു താലാക്ക് ഒരു മോനുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ജൂതന്മാർ ഉസൈറിനെ പറ്റിയും ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റിയൊക്കെയാണ്. അതിൻ്റെ നഖീൽ, അതിൻ്റെ മറുവശം അഥവാ അത് തെറ്റാണ്. മുൻകഴിഞ്ഞ നബിമാരുടെ അനുയായികൾ അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത വാദമാണ് എന്ന് മുശ്രിക്കുകൾക്ക് മനസ്സിലാകുന്ന വിധം പറയണം. നമ്മൾ ഈ സൂറത്ത് മക്കയിലിറങ്ങിയ സൂറത്താണ്. ഇതിൻ്റെ ഒന്നാമത്തെ അഭിസംബോധിതർ മുശ്രിക്കുകളാണ്. എന്നാൽ ഇവിടെ അള്ളാഹു താല പറയുന്നത് മുമ്പ് ഒരു റസൂലിനെയും ഇങ്ങനെ വഹി കൊടുക്കാതെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുമ്പ് വന്ന റസൂലുമാരുടെ അനുയായികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയാനുള്ള ന്യായത്തിനെ തകർക്കാനാണ് ഇത് പറയുന്നത്. അല്ലാതെ മലക്കുകൾ അള്ളാഹിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞതിന് മറുപടി പറയുകയല്ല. അതിനാണെങ്കിൽ അള്ളാഹു താല അത് പറഞ്ഞിടത്തൊക്കെ സുബ്ഹാനല്ലാഹ് എല്ലാം അവൻ പരിശുദ്ധനാകുന്നു, എന്നിട്ട് പിന്നെ എല്ലാം വലുഹു മാഫി സമാവാത്തി വ മാഫിൽ അർളി, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ അവൻ്റെതാണ് എന്നൊക്കെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവരെ കുറിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.